കുറെ നേരമായല്ലോ അടുക്കളയിൽ വന്ന് എന്തൊക്കെയോ ചെയ്യുന്നു. എന്നാ പരിപാടി? കൊച്ചിന്നൊരു ബ്യൂട്ടി ടിപ്പ് ചെയ്യാനായിട്ട് പോവാ. ബ്യൂട്ടി ടിപ്പോ? ബ്യൂട്ടി ടിപ്പ് ചെയ്യാനായിട്ട് അങ്ങനെ ഞാനിത് എപ്പോഴും ഒന്നും ചെയ്യുന്നല്ല, ഇടയ്ക്കൊക്കെ ഒരു മാസത്തിൽ ഒരു 3 തവണയൊക്കെ ചെയ്യുള്ളൂ. ഇപ്പൊ എന്ന് പറയുമ്പോഴത്തേക്ക് വീട്ടിൽ ഇരിക്കുമല്ലേ, വീട്ടിൽ ഇരിക്കുമ്പോ എങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണ് അത് നല്ല എഫക്റ്റീവ്നെസ് ആണ്. അല്ലെ നമ്മളിപ്പോ സ്കൂളിൽ പോകുന്ന ടൈമിലൊന്നും ഞാൻ ഇങ്ങനൊന്നും ചെയ്യല്ലായിരുന്നു. സ്ക്രബ്ബർ ഇട്ട് മുഖം കഴുകുമായിരുന്നു, പിന്നെ ഇടയ്ക്ക് വല്ല രക്തചന്ദനോ മഞ്ഞളോ ഒക്കെ തേക്കും. അല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യാനായിട്ടുള്ള സമയം ഇല്ലായിരുന്നു. ഇപ്പൊ സമയം ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെയൊക്കെ ചെയ്യണം. ഇപ്പൊ വീട്ടിൽ ഇരിക്കുന്ന എന്റെ പ്രായമുള്ളവർ, എന്നെക്കാളും ഇളയവർ, എന്നെക്കാളും മൂത്തവരും എല്ലാരും ഉണ്ടല്ലോ വീട്ടിൽ ഇരിക്കുന്നവര്. അവരും ഇതുപോലൊക്കെ ചെയ്യുവാണേല് നല്ലതായിട്ടിരിക്കും മുഖമൊക്കെ നല്ല കാന്തി വരുന്നതായിരിക്കും അല്ലേ? അങ്ങനെയല്ല, പിന്നെ ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറയരുത്. നമ്മളെ മോളമ്മ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലല്ലേ ഞാനിരിക്കുന്നത്. അതുകൊണ്ട് കാണിച്ചു തരാം എന്നൊക്കെയാണെന്ന്. ഞാൻ എപ്പോഴും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓരോരുത്തരും ഓരോ രീതികളിലാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്, 1/2 ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുമ്പോ അരിപ്പൊടിയാ. അരിപ്പൊടി, മഞ്ഞപ്പൊടി, പിന്നെ ഇത് തേയിലപ്പൊടി. ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാനിവിടെ ഇപ്പൊ 4 സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. കാരണം ഇത് എനിക്ക് എന്റെ മുഖത്ത് ഇത്രയും മാത്രമല്ല, കുറച്ചുകൂടെ എടുത്താൽ 2 പേരുടെ മുഖത്തൊക്കെ ഇടാൻ പറ്റും. ഇത് ഒരാൾക്ക് കൂടുതൽ ഇടാൻ കേട്ടോ, ഇതിനെക്കാട്ടിലും ഉണ്ട്. ഒരാൾക്ക് ഇടാൻ പറ്റുന്നേക്കാട്ടിലും കൂടുതലുണ്ട്. ഇത് ഞാൻ ഇച്ചിരി കൂടുതൽ എടുത്താ കേട്ടോ. ഇനി എന്റെ മുഖത്തിട്ടിട്ട് മിച്ചം വന്ന അമ്മയുടെ മുഖത്ത് ഇടാലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തതാ. പിന്നെ അമ്മ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കും, അതുകൊണ്ട് ഇടാൻ സമ്മതിക്കോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഒത്തിരി എടുക്കാഞ്ഞ്. അപ്പം നിങ്ങൾ ഒരാൾക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എടുത്താൽ മതി. അപ്പൊ ഇതിനനുസരിച്ചുള്ള പോലെ തന്നെ സെയിം ലെവലില് പാലും എടുക്കണം ഇതിനനുസരിച്ച്. അപ്പൊ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇടാമേ. എല്ലാരും കണ്ടുപിടിച്ചോ? അതെ, ചെയ്യുന്നത് എങ്ങനെയാന്ന് കണ്ടുപിടിച്ചോ കേട്ടോ. മാളക്കുട്ടിയുടെ സ്വന്തം പ്രിപ്പറേഷൻ രീതികളൊക്കെയാണ്. എന്നെ ഇതെല്ലാം പഠിപ്പിച്ചത് ചേച്ചിയാണ് കേട്ടോ. പൊന്നുവാ കൊച്ചിനെ പഠിപ്പിച്ചു കൊടുത്താ കേട്ടോ. അത് നമുക്ക് എടുത്തിട്ടുണ്ട്. എന്റെ പാത്രങ്ങളൊക്കെ കണ്ടോ, കൊച്ചു പിള്ളേരുടെ മറ്റേ ചിത്രങ്ങള്. നല്ല അടിപൊളി പാത്രങ്ങളാ, നല്ല കളർ ഉള്ള പാത്രങ്ങൾ. എന്നിട്ട് നമ്മള് ഇത് തിളപ്പിച്ചിട്ട് വെച്ചിരിക്കുന്ന പാലാ കേട്ടോ. തിളപ്പിക്കാത്ത പാലും ഒഴിക്കാം, പച്ചപ്പാലും ഒഴിക്കാം. ഇതെന്ന് പറയുമ്പോ ഇത് ചുമ്മാ ഞാനൊരു ഇച്ചിരി ചൂടാക്കി, തിളപ്പിച്ചൊന്നുമില്ല, ഇച്ചിരി ആ പച്ചമണം മാറാനായിട്ട് മാറ്റിയെടുത്തു കേട്ടോ. അങ്ങനെ തിളപ്പിച്ച് വെച്ചേക്കുന്ന. നമുക്ക് ഈ അരിപ്പൊടി ഒന്ന് മിക്സ് ആക്കുന്ന പോലെ പാലൊഴിക്കണം. അത് മതിയല്ലേ? ഞാനോർത്ത് ഇത് മൊത്തം എടുത്ത് വെച്ചേക്കുന്ന കണ്ടപ്പോൾ ഇത് മൊത്തം അതിൻ്റെ അകത്തോട്ട് തട്ടാനുള്ളതായിരിക്കും. അല്ല, 4 സ്പൂൺ പാല്, ഇച്ചിരി ഏറെ പാല് വേണം. അതൊന്നൊരു കുഴമ്പ് പരുവത്തിലാകണം അല്ലേ? കാരണം ഇത് 4 സ്പൂണിൽ കൂടുതലുണ്ട് മാവേ. മാവ് പാലോ വെള്ളമോ എന്നാ ഒഴിച്ച് ഇളക്കിയാലും മാവിൻ്റെ അളവ് കൂടി വരും. അതൊന്നും എനിക്കറിയത്തില്ല. ചിലവരെന്ന് പറയുമ്പോഴത്തേക്ക് അരി വറുത്തതെടുക്കും. ഇത് അരി വറുത്തതാ. ചിലര് അരി വറുക്കാത്തുണ്ടല്ലോ, അതും എടുക്കും. ഇത് അരി അമ്മ വറുത്ത് വെച്ചിരുന്ന അരിപ്പൊടി വറുത്തതാ. അതെ, അരിപ്പൊടി വറുത്തത്. അരി വറുത്തതല്ല അല്ലേ, അരിപ്പൊടി വറുത്തത്. ആർക്കും ഒരവർത്തൊക്കെ പറ്റും. അതെ അതെ അതെ. ഞാനപ്പൊ അതിന്റെ ഒരു 1/2 ഗ്ലാസ് പാലേ ഉള്ളായിരുന്നു, അതിന്റെ ഒരു പകുതി പാലൊഴിച്ചു. എന്നിട്ട് ഇത് ഇളക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു വറുത്തതിന്റെ ഒരു പൊടിയുണ്ടല്ലോ, അത് പൊടിയത്തില്ല കേട്ടോ. അല്ല പിന്നെ നമ്മളത് കൈയിട്ട് ഇളക്കണം. അത് കൈയിട്ട് ചെയ്യുന്നാലും നല്ലത് സ്പൂൺ ഇട്ട് ചെയ്യുന്ന. ഇനി അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി അതിടുന്നു. പിന്നെ ഇടുന്നതെന്ന് പറഞ്ഞാൽ തേയില നമുക്ക് 1 സ്പൂൺ ഇടാവേ. തേയില ഇച്ചിരി കൂടുതൽ വേണം. തേയിലയിലാണ് ഏറ്റവും കാര്യം ഇരിക്കുന്നത്. ശരി.
തേങ്ങ ഇട്ടു, 1 സ്പൂണ്, കറക്റ്റ് 1 സ്പൂണ്. നമ്മൾ എന്തോരം സാധനം എടുക്കുന്നോ അതിനനുസരിച്ചുള്ള ഇട്ടാൽ മതി. എന്നിട്ട് ഇത് ഇളക്കണം. കണ്ടോ, ഇങ്ങനെ വരും അല്ലേ? എന്നിട്ട് ഇത് ഇളക്കി ഒരു കുറച്ചു നേരം മിക്സ് ആക്കി വെക്കുവാണേൽ നല്ലതാ. ചേച്ചിയാണ് എന്നെ പഠിപ്പിച്ച. ഇത് എവിടുന്ന് പഠിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്കിങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊച്ചിങ്ങ വാ, കൊച്ചിന്റെ മുഖത്ത് തേച്ച് തരാന്ന് പറഞ്ഞിട്ട് തേച്ച് തരുമായിരുന്നു. എന്നിട്ട് പിന്നെ എന്നെ കാണിച്ചു തന്നു ഇങ്ങനെ ഇങ്ങനെ ചെയ്യണോന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. അന്നേരം കൊച്ചി ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാല് ഒന്നേ നമുക്ക് ചായ ഇടാം, അല്ലേ എന്റെ പട്ടി കുഞ്ഞിനെ ഒഴിച്ചു കൊടുത്തത്. അന്നേരം അത് മാറ്റി വെക്കുക. അത് മാറ്റി വെച്ചു. പിന്നെ ടിന്നുകളെല്ലാം ഇങ്ങോട്ട് എടുത്ത് വെച്ചേക്കാം. എല്ലാം വെച്ചിരുന്ന പോലെ വെച്ചില്ലേ മോളം എന്നെ ഓടിക്കുവേ. അതുകൊണ്ട് ഇതൊരു 2 മിനിറ്റ് അടച്ചു വെക്കാം. ഇത് 2 മിനിറ്റ് ഈ സാധനം നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. അടച്ചു വെക്കാവേ. അപ്പൊ നമ്മളൊരു 5 മിനിറ്റ് വെച്ച് കാണും അല്ലേ? 5 മിനിറ്റ് വെച്ചു. 2-3 മിനിറ്റ് വെച്ചാ മതി. 5 മിനിറ്റ് വെച്ച് എത്ര വെക്കുന്നോ അത്ര നല്ലത്. അന്നേരത്തേക്ക് ഇത് കുറുവും. ഞാൻ ഇത് വെച്ചപ്പോ ഭയങ്കര വെള്ളമായിരുന്നു ഇതിന്റെ അകത്ത്. വെള്ളമല്ല, പാലിന്റെ ആ ഒരു ഒഴുക്കായിരുന്നു. ഇപ്പൊ അത് കുറുകി ഇത് മുഖത്ത് തേച്ചാ ഒഴുകി പോകത്തില്ലാത്ത പോലെ ആക്കി എടുക്കണം. ഒഴുകി പോകുന്ന പോലെ ആക്കി എടുത്താൽ ഇത് ഒഴുകി അയിലില്ലുമ്പോ പിന്നെ തേച്ചിട്ടൊരു കാര്യമില്ല. ഇത് ഒഴുകി പോവാതെ ഇങ്ങനെ ഇരിക്കുന്ന പോലെ ചെയ്താല് അത് അവിടെ ഇരുന്നോളും. നമുക്ക് വേറെ ഇതൊന്നുമില്ല. പിന്നെ ഇതൊക്കെ കുളിക്കുന്നതിന് മുന്നേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോ ഇന്ന് നേരത്തെ കുളിക്കും, അതുകൊണ്ടാണ് ഞാനിപ്പോ രാവിലെ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇവിടെ വന്നിരുന്ന എന്നാന്ന് വെച്ചാൽ കട്ടിലേ വന്നിരുന്ന എന്നാന്ന് എല്ലാരും ഓർക്കും. കട്ടിലൊക്കെ വീതിയല്ലേ എന്നൊക്കെ. ഇവിടെ എന്റെ നേരെ ഓപ്പോസിറ്റ് കണ്ണാടി ഉണ്ട് കേട്ടോ. കണ്ടോ, അയന്യ അമ്മേനുമാണ് കണ്ടത്. എന്റെ ക്യാമറമാൻ ഇന്ന് അമ്മയാണ്. അപ്പം ഇവിടെ നേരെ കണ്ണാടി ഉണ്ട്. എനിക്ക് ഇവിടെ ഇരുന്ന് തേച്ചിട്ട് ഇവിടെ തന്നെ ഇരിക്കാം. വേറെ ആൾക്കാരൊക്കെ വന്നാൽ ഇതൊക്കെ തേച്ചിട്ടിരിക്കുമ്പോ പുറത്തോട്ട് പോവാതിരിക്കുക, ആൾക്കാർക്ക് ഫേസ് കൊടുക്കാതിരിക്കുക. എന്നാല് അതിലൊന്നും കാര്യമില്ല. അവരൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മളിത് ചെയ്യുന്നതിലൊന്നും കാര്യമില്ല. അങ്ങനെയൊക്കെയാണ് അമ്മയും പപ്പായൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, ചേച്ചിയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അതൊക്കെ അന്ധവിശ്വാസമാണെന്നൊക്കെ. അത് ചിലവർക്ക് വിശ്വാസം ഇല്ലല്ലോ ചില കാര്യത്തിലൊന്നും. പലരും പല രീതിയിലല്ലേ മൈൻഡ് എടുക്കുന്നത്. അതെ അതെ. അന്നേരം നമുക്ക് എന്തായാലും ഇത് തേക്കാം കേട്ടോ. കൈ കൊണ്ട് തേക്കുവാണേ. ഞാൻ എന്നെ ക്യാമറ നോക്കാത്തതെന്ന് ആലോചിക്കൂല്ലോ. കൊച്ചു കണ്ണാടി നോക്കിയാണ്. എനിക്ക് എളുപ്പത്തിന് വേണ്ടിയാ കേട്ടോ ഞാൻ അങ്ങോട്ട് നോക്കുന്നത്. എല്ലാരും അവർക്ക് തന്നെ ഈ കൊച്ചു ക്യാമറ നോക്കാത്തത്. അമ്മയ്ക്ക് കഴിഞ്ഞ തവണ ഇത് വെച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, നല്ലായിരുന്നു. ആണോ? എന്നാ തോന്നി? ഞാനിപ്പം 2-3 പ്രാവശ്യം തേച്ചു കേട്ടോ. എന്നിട്ട് കുഴപ്പമില്ല. മുഖത്തിനൊക്കെ ഒരു മിനുസവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരാഴ്ചത്തേനൊക്കെ നമ്മുടെ മുഖത്ത് നല്ലൊരു പ്രസരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഗ്ലേസിങ് വരും. പിന്നെ കുരുവിന്റെ വിഷയം അതൊക്കെ മാറും. മഞ്ഞളിടുന്നല്ലേ? മഞ്ഞളും കൂടെ ഒക്കെ ഇടുന്നുണ്ട്. ഞാനിപ്പോ കുളിക്കാനിരിക്കുന്നോണ്ടാ കേട്ടോ എന്റെ ഉടുപ്പയിലൊക്കെ ഞാനൊന്നും ടവൽ വെച്ചൊന്നും മൂടിയൊന്നും ഇടാത്തത്. അല്ല ഞാൻ ടവലൊക്കെ വെച്ച് മൂടിയൊക്കെ വെച്ച് സെറ്റായിട്ട് മറ്റേ ബാർബർ ഷോപ്പിൽ ആൾക്കാർ ഇരിക്കുന്ന പോലെ അങ്ങനെയൊക്കെ ഇരിക്കുള്ളൂ. അപ്പൊ കുളിക്കുമല്ലേ ഞാൻ. ഇപ്പൊ തന്നെ ഈ ഉടുപ്പ് ഒരു അലക്കാനിടുകയല്ലേ. അപ്പൊ കുട്ടമ്മാനം തെറ്റിയാലും കൂടെ കുറച്ച് തേച്ച് കൊടുക്കാൻ. അതിപ്പം വേണമെന്ന് പറഞ്ഞാൽ ആ സെക്കൻഡ് ഓടി വരും കേട്ടോ. അത് ഓടി വരും. എന്നാ സാധനം കണ്ടാലും മുഖത്ത് ഇടാനൊന്നും ഒരു മടിയില്ല കേട്ടോ. ഞാൻ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോ അതിന്റെ ഇടയ്ക്ക് വന്നായിരുന്നേ. എന്നിട്ട് എന്നോട് ചോദിച്ചു ഇത് എന്നാ സാധനം. ഞാൻ പറഞ്ഞത് നമ്മള് ഇടയ്ക്ക് ഇടുന്നേ. ആണോ, എനിക്ക് ഇച്ചിരി തേച്ച് തരാമോ? പറഞ്ഞാ തേച്ച് തരാന്ന് പറഞ്ഞു. ഇപ്പൊ പുറത്തെന്താ പണിയാ, ഉച്ചയാകുമ്പത്തേക്കും കയറി വരുമല്ലോ. നമുക്കിത് വൈകിട്ടത്തേക്കും തേച്ച് കൊടുക്കാം. ഇത് രാവിലെ അല്ലേ വൈകിട്ട് അങ്ങനെ വേണം തേക്കാം. ഉച്ച സമയത്തൊന്നും തേക്കരുത് കേട്ടോ ആരും. ഉച്ച സമയത്ത് ഇങ്ങനത്തെ പാക്കുകള് മുഖത്ത് എന്തേലും തേക്കുവാണേല് അത് ഉച്ച സമയത്ത് തേക്കരുത്. വൈകുന്നേരം ഒരു 6 മണിക്ക് മുന്നേ ഒക്കെ തേക്കണം. വായിക്കകത്ത് പോയി.
ടവല് വേണോ തുടയ്ക്കാൻ? വേണ്ട, ഒട്ടിയല്ലേ ഇരിക്കുന്നേ, ഒഴുകി പോകുന്നില്ലല്ലോ. ഒഴുകി പോകുന്നില്ല, ഒട്ടിയായിരിക്കുന്നേ. നമുക്ക് എല്ലായിടത്തും ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് എവിടെ വേണേലും തേക്കാം. താടിയാലോ പെടലിയാലോ ഒക്കെ തേക്കാം. എന്നെ കാണുമ്പോ ഒരു ടെറർ ലുക്കായിരിക്കുമല്ലോ അല്ലേ? അതെ അതെ. ഒന്നാമത്തെ പെണ്ണിനെ കണ്ടാൽ മനുഷ്യൻ പേടിച്ചോടും. അതിൻ്റെ കൂടെ അങ്ങനെയൊന്നും ആരും പറയുന്നില്ല കേട്ടോ. കണ്ണി പോകല്ലേ? ഇല്ല, ഇത് അമ്മയ്ക്ക് തേക്കാനും കൂടെ ഉള്ളതുണ്ട്. അമ്മയ്ക്കും കൂടെ തേക്കാം. അമ്മ പൊട്ടെടുത്ത് മാറ്റിയാൽ മതി കേട്ടോ. ഞാൻ പിന്നെ തെച്ചോളാവേ. അമ്മ വൈകിട്ട് തേച്ചാൽ വൈകിട്ട് തേക്കാം. എൻ്റെ ഉടുപ്പ് എല്ലാം മീനും വേണ്ട. എന്നിട്ട് ഇനി ഒരു 10-20 മിനിറ്റ് ഇരിക്കണം, എന്നാലേ നല്ല ആവുള്ളൂ. 10-20 മിനിറ്റ് ഇരുന്നാ ഇതൊന്ന് ഉണങ്ങണം. എന്നിട്ട് കാണിച്ചു തരാം. ഉണങ്ങിയില്ലേ? ഉണങ്ങി. വെയിലുണ്ടല്ലേ? വെയിലത്ത് നിന്നാലേ അറിയാം. വേണ്ടോ, നല്ലോണം ഉണങ്ങി. ഞാനിപ്പോ ഇങ്ങനെ വെള്ളം വെച്ചതാണ്. നമ്മള് ഇങ്ങനെ വടിച്ചെടുത്തത് കണ്ടോ? മുഖത്തെ ഇതറിയാൻ പറ്റുന്നുണ്ട്. വടിച്ചെടുത്ത് ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ? ഉണങ്ങിയിട്ടിപ്പം അരിപ്പൊടിയല്ലേ? അതെ, മുഖത്ത് പറ്റി പിടിച്ചിരിക്കും അല്ലേ? വരികയില്ല. നമുക്ക് ഞാൻ സ്പൂണും കൊണ്ടൊക്കെ എടുത്ത് കളയും കേട്ടോ. ജനലിന്റെ കണ്ണാടി നോക്കിയാണോ പെണ്ണ് വടിച്ചെടുക്കുന്നേ? ചെല്ലുന്നിടത്തെല്ലാം കണ്ണാടിയാ. ഞാൻ ഇപ്പോഴാ മനസ്സിലായത് എനിക്ക്. ഇത് കഴിയുന്നതെന്ന് പറഞ്ഞാൽ തണുത്ത വെള്ളത്തിൽ കഴിയണം കേട്ടോ. ചൂടുവെള്ളത്തിലും പിന്നെ സോപ്പിട്ടും ഒന്നും ആരും പോയി കഴുകിയേക്കല്ലേ. സോപ്പിട്ടൊക്കെ കഴുകിയാൽ നമുക്ക് സോപ്പിന്റെ കാരവും പിന്നെ ഇതിന്റെ ഒരു ഇതുമായിട്ട് എങ്ങനെ മാച്ച് ചെയ്യോ ഒന്നും അറിയത്തില്ല. മാച്ച് ചെയ്യാതെയൊക്കെ വന്നാൽ ഭയങ്കര പ്രശ്നം വരും കേട്ടോ മുഖത്തിനല്ലേ. ചിലപ്പോ പുള്ളിയും മണ്ടും ഒക്കെ വരും. അതുകൊണ്ട് സോപ്പ് ഇട്ടൊന്നും ആരും കഴുകിയേക്കല്ല. സോപ്പ് ഇടാതെ നല്ല വൃത്തിക്ക് തണുത്ത വെള്ളത്തിൽ, അല്ല ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വെള്ളം ഉണ്ട്, അത് നല്ലതാ. എളിസേട്ടാക്കിയിട്ട് നല്ല കാമായിട്ട് കഴുകി എടുക്കുക. അപ്പൊ ഫുള്ള് കഴുകിയിട്ട് കാണിച്ചു തരാം. അന്നേരം കഴുകി വൃത്തിയാക്കി വന്നോ? അതിന്റെ ആ തേയിലപ്പൊടിയേ കണ്ണി പോകും കേട്ടോ. പിന്നെ ഇഷ്ടമുള്ളവർക്ക് കണ്ണിനാ വേണ്ട തേച്ചാ മതി. അല്ലാത്തവര് ഇവിടുന്ന് ഇങ്ങനെ കട്ടാക്കിയിട്ട് തേച്ചാ മതി, കണ്ണൊഴിവാക്കിയിട്ടല്ലേ. പിന്നെ എന്റെ കണ്ണിന്റെ ഇവിടെയൊക്കെ ഡാർക്ക് സ്പോട്ട് ഒക്കെ ഉണ്ട്. ഈ നേരത്തെ ഉറക്കക്കുറവൊക്കെ ആയിരുന്നു. അന്നേരം അങ്ങനെയൊക്കെ വന്നതാ. പഠിക്കുന്ന ടൈമിലേ ഇങ്ങനെയൊക്കെ വന്നതാ. അന്നേരം അതൊക്കെ മാറാനായിട്ട് ഇപ്പൊ കുരുവൊക്കെ ഉണ്ട് മുഖത്ത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം കൂടുതലും മുഖം ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കേട്ടോ. മുഖത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കറുത്ത പാടും എല്ലാം വരാൻ തുടങ്ങിയായിരുന്നു മുഖം ശ്രദ്ധിക്കാതിരുന്നപ്പം. ഇപ്പം കുറഞ്ഞു വരുന്നുണ്ടല്ലേ? വീട്ടിൽ ഇരിക്കാൻ തുടങ്ങിയപ്പോ ഇച്ചിരി സ്വല്പം മാറ്റം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിക്കണമെന്നല്ലേ പോ. മാളക്കുട്ടി സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് രാവിലെ ആയിട്ട് കാപ്പി കുടിച്ചു, ബാഗ് എടുത്തു, ഒരുങ്ങി മുടിയൊന്നും കെട്ടി. അന്നേരം പല്ല് കൊച്ചു പല്ലൊക്കെ തേക്കുമായിരുന്നല്ലേ? പല്ല് തേച്ച് കാപ്പി കുടിച്ച് കണ്ണ് ചില ദിവസം എഴുതും, ചില ദിവസം എഴുതിയല്ല. പിന്നെ പൊട്ട് വെക്കുന്ന നിർബന്ധമായിട്ട് എന്നും വെക്കുമായിരുന്നു. അങ്ങനെ പോവും. പിന്നെ ലിബാം ഇടുമായിരുന്നു, കാരണം വെയിലല്ലേ. ചിലപ്പോ സൺസ്ക്രീൻ ഇട്ടിട്ട് പോവായിരുന്നു. പിന്നെ ക്ലാസ്സിനകത്തിരിക്കുന്ന എനിക്ക് അതിനകത്ത് സൺസ്ക്രീൻ, അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഇടുവെള്ളായിരുന്നു. പിന്നെ കയ്യിലും കാലിലും ഇച്ചിരി ലോഷനൊക്കെ തേക്കും, ഒരു സ്പ്രേ എടുത്ത് പൂശി, യൂണിഫോം ഇടും, ഐ ഡി കാർഡ് ഇടും, ഒരാട്ടാപ്പൊക്ക. അങ്ങനെയായിരുന്നു. ഇപ്പം മുഖം അങ്ങനെ ശ്രദ്ധയിലൊന്നും ഇല്ലായിരുന്നു. വൈകിട്ട് വേഗം കയറി കുളിക്കും, മുഖത്ത് അങ്ങനത്തെ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പൊ ഇച്ചിരി ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങി. നോക്കിക്കേ, പിന്നെ നെറ്റിയുടെ ഇവിടെ ഒരു പാടുണ്ട് കേട്ടോ. അത് കൊച്ചു വീണതിന്റെ പാടാ. അത് 10ാം ക്ലാസ് വെച്ച് വീണതിന്റെ പാടാ. തല കറങ്ങി വീണതിന്റെ പാടാ. ഇവിടെ സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നേരത്തെ തൊട്ട് വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട്, അവർക്കറിയാം. അന്നേരം കൊച്ചിന്റെ മുഖം നല്ല തിളക്കും കാന്തിയൊക്കെ ഉണ്ട്. തോന്നണ്ടാ? ഇനിയിപ്പോ സ്ക്രീം എന്നാ സൺസ്ക്രീനാ?
മാവ് കലക്കി മുഖത്ത് തേച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണിയൊന്നും ചെയ്യാതിരിക്കാനുള്ള പ്ലാനാണ്. അതൊന്നും നടക്കുകയില്ല കേട്ടോ. ഇല്ല, ഇതിങ്ങനെ എന്തോരം ടൈമുണ്ട് നമുക്ക് പണിയൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പം എല്ലാരും ഇഷ്ടപ്പെട്ടാൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എങ്ങനെ ഓരോരുത്തരുടെ സ്കിൻ അനുസരിച്ചാ, ചിലവർക്ക് നല്ലതായിരിക്കും, ചിലവർക്ക് വലിയതായിട്ടൊന്നും തോന്നിയല്ല. ഇതിന്റെ ഇതിപ്പോ എന്റെ നേരത്തെ മുഖവും ഇപ്പോഴത്തെ മുഖവും സെയിം അല്ലേ എന്ന് നമ്മൾ തേച്ച് കഴിയുമ്പോ സ്വന്തമായിട്ട് തോന്നുന്നവരുണ്ടല്ലോ. ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ. പിന്നെ ചിലവരുണ്ട് ഈ ബ്രൂ പൊടിയൊക്കെ ഇട്ട് ചെയ്യുന്നവരുണ്ട്. പിന്നെ തേനും നമ്മുടെ ബ്രൂവും കൂടി ഇട്ട് ഇളക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് തേക്കുക, അതൊക്കെ നല്ലതാണ്. പിന്നെ ഇനിയിപ്പം എന്റെ ബ്യൂട്ടി ടിപ്സും ഹെയർ കെയർ വീഡിയോയും എല്ലാം വരുന്നതായിരിക്കും. ഹെയർ കെയർ എന്ന് പറഞ്ഞാൽ മുടി ഇപ്പം നേരത്തെക്കാട്ടിലും ഒത്തിരി പോയി. സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുവല്ലായിരുന്നോ. ഇനിയിപ്പം നമ്മളെല്ലാം ശ്രദ്ധിച്ച് വളർത്താം. എനിക്ക് കുണ്ടിക്ക് താഴെ മുടി വേണം. കുണ്ടിയുടെ താഴെ എന്ന് പറഞ്ഞാല് എനിക്ക് ഇത്രയും മുടി ഉണ്ടായിരുന്നു, താഴെ വരെ മുടി ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടിയുടെ മുടി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മള് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഏറ്റവും ഫസ്റ്റ് നമ്മുടെ ചാനലിൽ കിടക്കുന്ന ഷോർട്ട് വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. അതിൻ്റെ അത് ഞാനൊരു ഇതിൻ്റെ അകത്തോടെ നടന്നു പോകുന്ന ഒരു വീഡിയോ ഉണ്ട്. ജാതിത്തോട്ടത്തിൽ കൂടെ ഒരു ചുമന്ന ഉടുപ്പൊക്കെ ഇട്ട് പോകുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് അറിയാം എന്റെ മുടി എന്തോരം ഉണ്ടായിരുന്നു. നല്ല മണ്ടേ തൊട്ട് താഴെ വരെ നല്ല ഉള്ളുള്ള മുടിയായിരുന്നു. ഇപ്പൊ മണ്ട തൊട്ട് താഴെ വരെ ഇല്ല, മണ്ട തൊട്ട് പകുതി വരെ ഇല്ല, ഉള്ളു മൊത്തം പോയി. പിന്നെ ഈയിടെ ഞാൻ ചെറുതായിട്ടൊന്ന് മുടി മുറിച്ചായിരുന്നു. ഇപ്പൊ ഇത്രേ ഉള്ളൂ. നമുക്ക് അത് ഹെയർ കെയർ ഒക്കെ ചെയ്ത് ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയാണ് ഞാൻ മുടി വെട്ടിയത്, അല്ലാണ്ട് ഫാഷനായിട്ടൊന്നും വെട്ടിയതല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ലെവലാക്കി വിട്ടു അമ്മ. നമുക്ക് ഇനി എല്ലാം ശ്രദ്ധിച്ച് നോക്കാം. വളരുമല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളർന്നില്ലേ അങ്ങനെ തന്നെ എടുക്കട്ടെ അല്ലേ. അതെ, ഇനി ഞാൻ അങ്ങനെ വെട്ടിയത് കാണുന്ന ടീമൊന്നും അല്ല കേട്ടോ. ഇങ്ങനെ ലെയർ വെട്ടുക, അല്ല യു കട്ട്, ഫെദർ അടിക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. എനിക്ക് ഇതുവരെ ഞാൻ അങ്ങനെ ഒന്നും വെട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഇടയ്ക്ക് 2 വാലൊക്കെ ഇവിടെ ഒക്കെ വെട്ടിയിടുക, അതൊക്കെ ഉള്ളു, അല്ലാണ്ടൊന്നും ഇല്ല കേട്ടോ. അല്ലാതെ എന്നെ സമ്മതിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പം എന്റെ ബ്യൂട്ടി ടിപ്പ് എല്ലാരും ചെയ്ത് നോക്കുക. എല്ലാരും ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ കമന്റ് ഇടണം. പിന്നെ എന്റെ വീഡിയോ ആയിരുന്നു ഇന്നത്തേത്, എല്ലാരും നല്ലതാണെന്ന് പറയണം. ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പൊ ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. ടാറ്റാ.